ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് സിക്സറുകളും ഗാലറിയിലെ ആവേശവുമാണോ? എന്നാൽ ഇതിനെല്ലാം പിന്നിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2026 IPL കിരീടം ആര് നേടുമെന്ന് കളി തുടങ്ങും മുൻപേ തീരുമാനിക്കപ്പെടുന്നത് ലാപ്ടോപ്പുകളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ക്രിക്കറ്റ് വെറുമൊരു കളിയല്ല, അതൊരു വമ്പൻ സയൻസ് ആണ്. സ്പിൻ ബോളിങ്ങിലെ ഫിസിക്സ് മുതൽ പ്ലേയേഴ്സിൻ്റെ ഓരോ നീക്കവും പ്രവചിക്കുന്ന 2026 അത്യാധുനിക ഡാറ്റ സയൻസ് വരെ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കോടികൾ വാരിയെറിയുന്ന ടീമുകളേക്കാൾ ബുദ്ധിപൂർവ്വം കുറഞ്ഞ ചിലവിൽ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്ത് കപ്പടിപ്പിക്കുന്ന ടീമുകളുടെ രഹസ്യം എന്താണ്? ഈ വീഡിയോയിലൂടെ IPLന് പിന്നിലെ ആ രഹസ്യം മാത്രമല്ല, ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കിടിലൻ കരിയർ സാധ്യത കൂടിയാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക്. എന്താണ് ഈ ഡാറ്റ? കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നും, പക്ഷേ സംഗതി സിമ്പിളാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ അറിവും ഓരോ ഡാറ്റയാണ്. നിങ്ങൾ ദിവസവും എത്ര നേരം ഉറങ്ങുന്നു എന്നത് മുതൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ വരെ ഓരോ വിവരങ്ങളാണ്, അതായത് ഡാറ്റകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലെ ഒരു ചായക്കടക്കാരൻ രാവിലെ എത്ര വട ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് പുള്ളിയുടെ കയ്യിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഡാറ്റ നോക്കിയാണ്. മഴയുള്ള ദിവസം കൂടുതൽ ചായ ചെലവാകുമെന്നോ ഞായറാഴ്ചകളിൽ ആളുകൾ കുറവാണെന്നോ ഉള്ള ആ അറിവുണ്ടല്ലോ, അതാണ് ഡാറ്റ സയൻസിൻ്റെ ഏറ്റവും ലളിതമായ രൂപം. പക്ഷേ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഉദാഹരണത്തിന് ഒരു മരത്തിലെ ഇലകൾ എണ്ണുന്നത് വെറുമൊരു ഡാറ്റ മാത്രമാണ്. എന്നാൽ ആ ഇലകൾ കൊഴിയുന്ന സമയം നിരീക്ഷിച്ച് എപ്പോഴാണ് മഴ പെയ്യാൻ സാധ്യതയെന്ന് കണ്ടെത്തിയാൽ അത് അറിവാണ്, അതായത് ഇൻസൈറ്റ്. ഈ ഇൻസൈറ്റുകൾ നൽകുന്നതാണ് ഡാറ്റ സയൻസ്. ഇതുപോലെ തന്നെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏത് ഗവൺമെൻറ് വരുമെന്ന് പ്രവചിക്കുന്നതും ഇതിൻ്റെ മറ്റൊരു വശമാണ്. ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുക, അത് പഠിക്കുക, എന്നിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക, ഈ പരിപാടിക്കാണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് വാച്ചുകൾ പോലും ഈ വിദ്യ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും അത് വിവരങ്ങൾ ശേഖരിക്കുന്നു. മാസങ്ങളോളം ഇത് നിരീക്ഷിച്ചാൽ ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകുന്നതെന്ന് പോലും ഡാറ്റയ്ക്ക് പറയാൻ പറ്റും. ഇതേ ബുദ്ധി തന്നെയാണ് ഇന്ന് ക്രിക്കറ്റിലും ഉപയോഗിക്കുന്നത്. പണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് എടുത്തു എന്നുള്ള വെറും നിസ്സാര കണക്കുകൾ മാത്രമാണ് നോക്കിയിരുന്നത്. എന്നാൽ 2008 IPL വന്നതോടെ ക്രിക്കറ്റ് കോടികൾ മറിയുന്ന ഒരു വമ്പൻ ബിസിനസ്സായി മാറി. ഇന്ന് 2026 ഒരു ടീം ഒരു പ്ലെയറെ വാങ്ങുമ്പോൾ അവർക്ക് ഒരൊറ്റ കാര്യമേ അറിയേണ്ടൂ: ഞങ്ങൾ മുടക്കുന്ന ഈ പണത്തിന് പകരമായി ഈ പ്ലെയർ ടീമിന് എന്ത് ഗുണമുണ്ടാക്കും. ഇന്ന് IPL ടീമുകൾ പ്ലെയേഴ്സിനെ വാങ്ങുന്നത് പ്രൊഫഷണൽ ഡാറ്റ അനാലിസിസ് കമ്പനികളുടെ സഹായത്തോടെയാണ്. ഇതിനായി അവർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന അളവുകോലാണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഇൻഡെക്സ്, അതായത് MVPI. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമതായി ഹാർഡ് ഹിറ്റിംഗ് എബിലിറ്റി, നേരിടുന്ന പന്തുകളിൽ എത്രത്തോളം 4ഉം 6ഉം അടിക്കാൻ ആ പ്ലെയർക്ക് കഴിയുന്നു. രണ്ടാമതായി ഫിനിഷിംഗ് എബിലിറ്റി, കളി തീരുന്നത് വരെ ഔട്ടാകാതെ നിന്ന് ടീമിനെ വിജയതീരത്തെത്തിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ. മൂന്നാമതായി സ്ഥിരത, കൺസിസ്റ്റൻസി, എല്ലാ കളിയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന പ്ലെയറാണോ ഇത്. ബോളർമാരുടെ കാര്യമെടുത്താൽ ഇക്കോണമി റേറ്റ്, വിട്ടുകൊടുക്കുന്ന റൺസ്, നിർണായക നിമിഷങ്ങളിൽ വിക്കറ്റ് എടുക്കാനുള്ള കഴിവ് എന്നിവ ഡാറ്റ ഉപയോഗിച്ച് കൃത്യമായി അളക്കുന്നു. ഈ വിവരങ്ങൾ വെച്ച് ഒരു പ്ലെയർ സ്പിന്നിനെതിരെയാണോ ഫാസ്റ്റ് ബോളിങ്ങിനെതിരെയാണോ പതറുന്നത് എന്നുവരെ കണ്ടെത്താനാകും. ഇതിനെയാണ് നമ്മൾ മാച്ചപ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ബാറ്റ്സ്മാൻ ഇടങ്കയ്യൻ സ്പിന്നർമാർക്ക് എതിരെ തുടർച്ചയായി ഔട്ടാകുന്നുണ്ടെങ്കിൽ അയാൾ ക്രീസിലെത്തുമ്പോൾ കൃത്യമായി ഒരു ഇടങ്കയ്യൻ സ്പിന്നറെ തന്നെ പന്തേൽപ്പിക്കാൻ ക്യാപ്റ്റനെ സഹായിക്കുന്നത് ഈ ഡാറ്റയാണ്. ഇതൊരു ചെസ് കളി പോലെയാണ്. ഓരോ നീക്കവും മുൻകൂട്ടി കണക്ക് കൂട്ടിയിട്ടുള്ളതാണ്. മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സേവാങ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്: game you play, they'll record your bad performance, good performance, you played against which bowler, you score against which team, which bowler, and that data will show you that you are good against Pakistan, you're not good against Bangladesh, you are good against South Africa, not good against England. In 2003-4, when our computer analyst guy came in and he showed me videos, he showed me different kind of datas,
and I got താൻ കളിച്ച ഓരോ പന്തിൻ്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടുപോയി. ലേലത്തിൽ കുറഞ്ഞ പണമുള്ള ടീമുകൾക്ക് ഒരു തെറ്റ് പോലും പറ്റാൻ പാടില്ല. ഇവിടെയാണ് ബുദ്ധിപരമായ നീക്കം വിജയിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ സീസണിലെ രാജസ്ഥാൻ റോയൽസ്. മറ്റ് ടീമുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പണം ചിലവാക്കിയിട്ടും അവർ കപ്പടിച്ചു. അതുപോലെ 2014 KKR കിരീടം നേടിയപ്പോൾ ഡാറ്റ അനാലിസിസ് വലിയ പങ്കുവഹിച്ചു. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞ കുപ്പായത്തിൽ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഇറങ്ങുമ്പോൾ ആ തീരുമാനത്തിന് പിന്നിലും വലിയൊരു ഡാറ്റ സയൻസ് ഉണ്ട്. ധോണിക്ക് ശേഷം ഒരു മികച്ച ലീഡറെയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയും തിരഞ്ഞെടുത്ത CSK മാനേജ്മെൻറ്റിൻ്റെ നീക്കം വെറും ഭാഗ്യമല്ല, മറിച്ച് സഞ്ജുവിൻ്റെ കരിയറിലെ ഓരോ റൺസും സ്ട്രൈക്ക് റേറ്റും കൃത്യമായി വിശകലനം ചെയ്തുള്ള മാസ്റ്റർ പ്ലാനാണ്. സംഗതി അവിടെയും തീരുന്നില്ല. ഇന്ന് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫലം പ്രവചിക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും. കാലാവസ്ഥ, സ്റ്റേഡിയത്തിൻ്റെ ചരിത്രം, ടീമുകളുടെ കോമ്പിനേഷൻ, ഇതെല്ലാം പൈത്തൺ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത്. നമ്മുടെ നാട്ടിലെ കർഷകർ പണ്ട് ആകാശം നോക്കി മഴ പ്രവചിച്ചിരുന്നത് പോലെ ഇന്ന് കമ്പ്യൂട്ടറുകൾ ലക്ഷക്കണക്കിന് കണക്കുകൾ നോക്കി കളി പ്രവചിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം വെറും സാധ്യതകൾ മാത്രമാണ്. കാരണം ക്രിക്കറ്റ് കളിക്കുന്നത് യന്ത്രങ്ങളല്ല, മനുഷ്യരാണ്. മനുഷ്യൻ്റെ പെരുമാറ്റവും വികാരങ്ങളും പൂർണ്ണമായി പ്രവചിക്കാൻ ഒരു കമ്പ്യൂട്ടറിനും കഴിയില്ല. ആ അപ്രതീക്ഷിത നിമിഷങ്ങളാണ് ക്രിക്കറ്റിനെ ഇത്രമേൽ മനോഹരമാക്കുന്നത്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന, കണക്കുകളിൽ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 2026 നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച ജോലിയാണ് ഡാറ്റ അനലിസ്റ്റ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലികളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു. കേവലം IPL മാത്രമല്ല, ഫുട്ബോളിലും ബിസിനസ്സിലും മെഡിക്കൽ ഫീൽഡിലും വരെ ഇതിന് വൻ ഡിമാൻഡാണ്. ഇനി നിങ്ങളോടൊരു ചോദ്യം, ഡാറ്റ സയൻസ് ഇത്രയൊക്കെ വളർന്നിട്ടും ഇപ്പോഴും പ്രവചിക്കാൻ പറ്റാത്ത ഒരു പ്ലെയർ നിങ്ങളുടെ മനസ്സിലുണ്ടോ? കണക്കുകളെല്ലാം തെറ്റിക്കുന്ന ആ അൺപ്രഡിക്റ്റബിൾ പ്ലെയർ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സയൻസിലെ ഇത്തരം കൗതുകകരമായ കാര്യങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.